ക്ലിപ്പിടുമ്പോൾ സാധാരണ നമ്മൾ ബ്രഷ് ചെയ്യുന്ന രീതിയിലാണോ ബ്രഷ് ചെയ്യുന്നത് എന്നുള്ളത് കോമൺ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. അപ്പം ക്ലിപ്പിടുമ്പോൾ നമ്മൾ സാധാരണ രീതിയിലല്ല ബ്രഷ് ചെയ്യുക, അതിന് കുറച്ച് പ്രത്യേകതരം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇതിൽ ഫസ്റ്റ് നമ്മൾ നോർമലി ബ്രഷ് ചെയ്യുന്ന രീതിയിൽ ക്ലിപ്പില്ലാത്ത ഭാഗങ്ങളിലൊക്കെ വൃത്തിയായിട്ട് ബ്രഷ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ക്ലിപ്പിൻ്റെ മുകൾ ഭാഗത്തുള്ള അഴുക്കുകൾ കളയാൻ വേണ്ടിയിട്ട് ഒരു 45 ഡിഗ്രി ആംഗുലേഷനിൽ ആദ്യം മുകളിൽ നല്ലോണം ക്ലീൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ക്ലിപ്പിൻ്റെ താഴെ ഭാഗവും 45 ഡിഗ്രി ആംഗുലേഷനിൽ നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ ക്ലിപ്പിൻ്റെയും പല്ലിൻ്റെയും ഇടയിലുള്ള ഭാഗം, അതുപോലെ വയറിൻ്റെ ഒക്കെ ആയിട്ട് ഇടയിലുള്ള ഭാഗത്ത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഫുഡ് കുടുങ്ങിക്കും. അത് ഈ ബ്രഷിൽ നമുക്ക് എപ്പോഴും ക്ലീൻ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ ഇൻ്റർഡെൻ്റൽ ബ്രഷും കൂടെ യൂസ് ചെയ്തിട്ട് നമ്മൾ വൃത്തിയിൽ ക്ലീൻ ചെയ്ത് കൊണ്ടെടുക്കുക. അല്ലാത്ത പക്ഷം അവിടെ രണ്ട് പല്ലിൻ്റെ ഇടയിലായിട്ട് കേടുവരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അത് കഴിഞ്ഞതിന് ശേഷം മോണയൊക്കെ ഒന്ന് നന്നായിട്ട് കൈകൊണ്ട് വെള്ളമുകൊണ്ട് നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് വൃത്തിയിലേക്ക് കൊണ്ട് നടക്കുക. പിന്നെ ക്ലിപ്പ് ഇടുമ്പോൾ ബ്രഷ് ചെയ്യാനായിട്ട് ഒരു പ്രത്യേകതരം ബ്രഷ് ഉണ്ട്. ആ ബ്രഷിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ക്ലിപ്പിൻ്റെ സൈസിനനുസരിച്ച് അതിനൊരു പ്രത്യേകതരം കട്ടിങ് ഉണ്ടാവും. അപ്പോൾ ആ കട്ടിങ് വെച്ചിട്ട് കുറച്ചുകൂടെ നമുക്ക് വൃത്തിയിൽ ബ്രഷ് ചെയ്യാൻ സാധിക്കും ക്ലിപ്പുള്ള ആളുകൾക്ക്. അപ്പോൾ ഏറ്റവും ബെറ്റർ അതിന് സ്പെഷ്യലായിട്ടുള്ള ബ്രഷ് തന്നെ മേടിക്കുന്നതാണ്. ക്ലിപ്പിനോടനുബന്ധിച്ചുണ്ടാകുന്ന ചില നെഗറ്റീവ്സ് ഉണ്ട്. അതായത് വൈറ്റ് സ്പോട്ട് ലീഷൻ, മോണരോഗം, പല്ലിന് കേട് വരിക, ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും.